ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്ന് 4 മണിക്കത്തെ ഒരു ചായക്കടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരം എന്ന് പറഞ്ഞാലും ആവിയിലൊക്കെ വേവിച്ചുണ്ടാക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കുറേ കഴിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്തൊന്നും കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല, ചില കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇതിനെ കൊഴുക്കട്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സംഭവമാണ്, കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ കുറേ കഴിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിതാ അടുപ്പത്താണ് വെക്കുന്നത്. ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തേക്കണ്. നമുക്കിത് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മളിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ്ട്. പിന്നെ ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരമൊക്കെ കുറേ ചായക്കൊക്കെ ഇങ്ങനെ കഴിക്കും, നല്ല രസമാട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ അതുപോലെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കഴിച്ചൊരു സംഭവം കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ അധികം ഉണ്ടാക്കുമല്ലോ, അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അമ്മമാരല്ല, നമ്മൾ വലിയമാരാട്ടോ അധികം ഉണ്ടാക്കി തരും അങ്ങനത്തെയൊക്കെ. അതുപോലെ അരിമണി വറുക്കുക, പൊടിക്കുക, തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം. ഇന്നൊന്നും അത് ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അതിൽ ഒരു ചെറിയ പീസ് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നത് നമ്മളിത് മാവ് വെക്കണ സമയത്ത് ആ തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എപ്പോഴും കത്തിക്കാനിങ്ങനെ തോന്നും കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്നൊക്കെ ആകണ്ട, എല്ലാവർക്കും അർജൻറ്റുള്ള സമയമല്ല, രാവിലെ സമയങ്ങളൊക്കെ അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് ടൈമും കുറേ ഇതാവും കേട്ടോ സമയം. പിന്നെ ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒഴിവായതുകൊണ്ട് ചോറും കറിയൊക്കെ ആയിട്ട് ഇതൊരു 4 മണിക്ക് അങ്ങോട്ട് ചായ വെച്ചപ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാക്കി കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ മോൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം, അത് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കലില്ലേ, പൂവട ഉണ്ടാക്കലില്ലേ, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുക, ഗോതമ്പ് പൊടി ഒന്നുകൂടി നല്ല രസമാട്ടോ ഗോതമ്പ് പൊടിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചിരിച്ച് കൊടുക്കട്ടെ. എൻ്റെ അമ്മ പൂവട ഉണ്ടാക്കുമ്പോൾ പൊടി ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി തരിക. പിന്നെ അതിക്കതാ കുറച്ചങ്ങോട്ട് തേങ്ങയും നിറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഉരുണ്ട ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ നല്ല ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കണം, ഷേപ്പൊന്നും വേണ്ട, ഇതേപോലെ ഒരു ബോൾ കേട്ടോ. അപ്പോൾ അതാ തേങ്ങയും ശർക്കരയും നല്ല ഇതിങ്ങനെ വെന്ത് അതിൻ്റെ ഉള്ളിൽ ആ തേങ്ങൻ്റെ ശർക്കരയൊക്കെ അലിഞ്ഞിങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പഴയ നമ്മളെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് വയറൊക്കെ ഫുള്ളാകും. അപ്പോൾ ഇതുപോലെ എല്ലാതും അങ്ങോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിങ്ങനെ എവിടെയും ഒരു ഒന്നും പറ്റൂല കേട്ടോ. അതിങ്ങനെ വേകുന്ന സമയത്ത് പൊട്ടിയിട്ട് ശർക്കരയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ബോളാക്കി അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ മോനൊന്ന് എപ്പോഴാണ് വേഗം ആകുമോ, രസമുണ്ട് അങ്ങനെ ചോദിച്ച് നടക്കുക കേട്ടോ. പിന്നാലെ ഓനൊന്ന് സ്കൂൾക്ക് പോയിട്ടില്ല, അന്ന് വലിയ മക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഓന് ഒരു മടി, അപ്പോൾ മടിയെന്നല്ല, ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞയച്ചില്ല. പിന്നെ ജലദോഷമൊക്കെ ആയിട്ട് നമ്മൾ സ്കൂൾക്ക് പറഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ള കുട്ടികൾക്കും കൂടി അതൊരു ബുദ്ധിമുട്ടല്ലേ, ജലദോഷം വേഗം പകരൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ഇന്ന് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുപ്പൊക്കെ നല്ല അടിപൊളിയായി കത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ കൊഴുക്കട്ട അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ പോയി നല്ല ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് നമ്മൾ ഇലയൊക്കെ വെച്ചിട്ട് ഇലയിലൊന്ന് നല്ലൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ. ഇലയൊക്കെ വാഴൻ്റെ ഇലയിൽ വെക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു നല്ല അടിപൊളി കളറാണല്ലോ. പിന്നെ ഞാൻ വാഴൻ്റെ ഇല ഇതിൻ്റെ ആ തട്ടിലും വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വാഴൻ്റെ ഇലൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണമുണ്ട് കേട്ടോ. നമ്മളിത് ആവി ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ എല്ലാതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. ഇതൊന്നും കഴിച്ചാൽ തന്നെ നമുക്ക് വയറൊക്കെ ഫുള്ളാകും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു തോന്നല് കേട്ടോ. പക്ഷെ എന്നാലും കുട്ടികളൊക്കെ കഴിക്കട്ടോ, അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ശർക്കര കൊണ്ട് ഗോതമ്പ് പൊടിൻ്റെ എന്തുണ്ടാക്കിയാലും അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ചുണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ അതങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കണം കേട്ടോ, പുറത്തേക്ക് ഇങ്ങനെ വന്നു. ഇതുണ്ടില്ല, ഇതുപോലെ ആവട്ടെ. നമ്മളത് മുറിച്ചെടുക്കുമ്പോൾ നല്ല ഉള്ളിലിങ്ങനെ നല്ല അടിപൊളി മധുരം ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. സിമ്പിളാണ്. നമ്മളിങ്ങനെ വെറുതെ 4 മണിക്കൊക്കെ ഇങ്ങനെ ബേക്കറി വാങ്ങി കഴിക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കാവില്ലേ നല്ലത്. നമ്മളെ ശരീരത്തിനും കേരള കുട്ടികൾക്കും നല്ലതാണ്. അപ്പോൾ അടിപൊളി ചായയും ഇന്നത്തെ 4 മണിക്ക് ഉള്ള കടിയും കേട്ടത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ ഇന്ന് കാണുക, എല്ലാവരും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, നാളെ കാണാം.